ഒന്ന് നിൽക്കണേ, നിങ്ങൾ കണ്ണൂരിലേക്കാണോ പോകുന്നത്? എങ്കിൽ അവിടെ സെന്റ് ആഞ്ചലോസ് എന്ന ഒരു കോട്ടയുണ്ട്. അത് കാണാതെ നിങ്ങൾ മടങ്ങരുത്. ഈ കോട്ടയെക്കുറിച്ച് അല്പം മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഒരു ഗൈഡിന്റെ സഹായത്തോടെ മാത്രമേ അവിടേക്ക് പോകാവൂ. എങ്കിൽ മാത്രമേ ഈ കോട്ടയുടെ പൂർണ്ണമായ ഒരു വിവരം നമ്മൾക്ക് കിട്ടൂ. അറബിക്കടലിന്റെ തീരത്ത് 1505 നിർമ്മിക്കപ്പെട്ട സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പലതവണ ഈ കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട്. ലാറ്ററൈറ്റ് വെട്ടുകല്ലിൽ തീർത്ത കൂറ്റൻ മതിലുകളും കിടങ്ങുകളും കൊണ്ട് ഈ കോട്ടയെ അനശ്വരമാക്കുന്നു. ഘനഗാംഭീര്യമുള്ള അകത്തളങ്ങളും രഹസ്യ തുരങ്കങ്ങളും ഈ കോട്ടയുടെ പ്രത്യേകതകളാണ്. പഴയ പീരങ്കികളും പോർച്ചുഗീസ് ചാപ്പകളും അറബിക്കടലിന് അഭിമുഖമായ നടപ്പാതയും ആരെയും ആകർഷിക്കും. കോട്ടയുടെ ഒരു ഭാഗത്ത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന മനോഹരമായ ഒരു കടൽപ്പാലമുണ്ട്. കോട്ടയുടെ ഒരു വശത്ത് ധർമ്മടം തുരുത്തും മറുഭാഗത്ത് മാപ്പിള ബേയും എന്ന പ്രകൃതിദത്ത തുറമുഖവും കാണാം. വൈകുന്നേരങ്ങളിലെ ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ച വളരെ മനോഹരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ കോട്ടയിലെത്തിയാൽ ഏതോ ഒരു പുതിയ ലോകത്ത് പ്രവേശിച്ചതായി നമുക്ക് അനുഭവപ്പെടും. തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളമായിട്ടാണ് പോർച്ചുഗീസുകാർ ഈ കോട്ടയെ ഉപയോഗിച്ചത്. കോട്ടയ്ക്ക് ചുറ്റും ആഴത്തിലുള്ള കിടങ്ങുകൾ ഉണ്ട്. കോട്ടയ്ക്കുള്ളിൽ തടവുകാരെ പാർപ്പിക്കാനായി പ്രത്യേക രഹസ്യ അറകളും ആയുധങ്ങളും സൂക്ഷിക്കാനുള്ള രഹസ്യ കേന്ദ്രങ്ങളും ഉണ്ട്. കോട്ടയുടെ മതിലുകൾക്കുള്ളിലും ഭൂമിക്കടിയിലുമായി രഹസ്യ അറകൾ ഉള്ളതുകൊണ്ട് ശത്രുക്കൾക്ക് പെട്ടെന്ന് ആക്രമിച്ചു കയറാൻ പറ്റില്ല. ശത്രുക്കളെ ലക്ഷ്യം വെച്ചുള്ള പീരങ്കി മുനകൾ, വെടിമരുന്ന് സംഭരണികൾ, ഭൂഗർഭ ജയിലുകൾ, രഹസ്യ തുരങ്കങ്ങൾ എന്നിവ ഈ തന്ത്രപ്രധാനമായ കോട്ടയുടെ രഹസ്യങ്ങളാണ്. കോട്ടയുടെ മുകളിൽ നിന്നും കടലിലേക്ക് ഉന്നം വെച്ചിരിക്കുന്ന പീരങ്കികൾ ശത്രുക്കളുടെ കപ്പലുകളെ അനായാസം തകർക്കുന്നു. കോട്ടയുടെ 3 വശവും കടൽ ആയതിനാൽ അവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. കോട്ടയുടെ ഒരു വശത്ത് വലിയ ഹാളുകൾ പോലെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് കുതിരാലയം. നൂറുകണക്കിന് കുതിരകളെ ഒരേ സമയം പാർപ്പിക്കാൻ സൗകര്യമുള്ളതാണ് ഈ കുതിരാലയങ്ങൾ. ഇവിടുത്തെ നിർമ്മാണ രീതികളെല്ലാം ശ്രദ്ധിച്ചാൽ അക്കാലത്തെ മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മനസ്സിലാക്കാം. ഭൂമിക്കടിയിൽ നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന കോട്ടഭാഗത്ത് മറ്റൊരു ഭൂഗർഭ ജയിൽ ഉണ്ട്. വെളിച്ചം ഒട്ടും തന്നെ കടക്കാത്തവയാണ് ഇവ. നമ്മൾ നടക്കുന്നത് പലപ്പോഴും അതിനു മുകളിലൂടെയാണ്. അവിടെ മാൻഹോൾ പോലെ ഒരു തുരങ്കവാതിൽ കാണാം. അതിലൂടെ കുറ്റവാളികളെ ഇരുട്ടിലേക്ക് തള്ളിയിടും. അതുപോലെ വേലിയേറ്റ സമയത്ത് കടൽവെള്ളം ഈ ജയിലിൽ എത്തുകയും ചെയ്യും. അതോടെ കുറ്റവാളികൾ ഇവിടെ കിടന്ന് നരകിക്കും. അന്നത്തെ കാലത്ത് വിദേശികൾക്കെതിരെ ശബ്ദിച്ച നമ്മുടെ നാട്ടുകാർ എത്ര പേരായിരിക്കും ഇവിടെ ജീവിതം പൊലിഞ്ഞതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഇവിടുത്തെ പീരങ്കി മുനകളിലും അവർക്കെതിരെ ശബ്ദിച്ച നാട്ടുകാരെ സായിപ്പന്മാർ കെട്ടിവെച്ച് 1 കിലോമീറ്റർ ദൂരത്തേക്ക് വെടിവെച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ കോട്ട സന്ദർശിച്ചിട്ടുള്ളത്? വെറുതെ ഒരിടത്തുകൂടി കയറി മറുവശത്ത് എത്തി പുറത്തിറങ്ങിയാൽ ഈ ചരിത്ര സത്യങ്ങളൊന്നും തന്നെ അറിയില്ല. വിദേശികൾ നമ്മുടെ നാട് വിട്ടുപോയപ്പോഴാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. 36,000-ഓളം പീരങ്കി ഗുണ്ടകൾ ഒളിപ്പിച്ച സ്റ്റോറുകളിൽ നിന്നും അവ ഖനനം ചെയ്ത് എടുക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ സത്യം പുറം ലോകം അറിയുന്നത്. ഈ വെടിയുണ്ടകൾക്ക് ഒരു തേങ്ങയുടെയോ ഓറഞ്ചിന്റെയോ വലിപ്പമാണ് ഉള്ളത്. നമ്മുടെ നാട് വെട്ടിപ്പിടിക്കാനെത്തിയ ഇവരോട് യുദ്ധം ചെയ്ത് നിരപരാധികളായ എത്ര പേരാണ് ഈ വെടിയുണ്ടയുടെ ചൂട് അറിഞ്ഞിട്ടുള്ളത്? കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിന്റെ അടിയിൽ കൂടി ഒരു തുരങ്കപാത നിർമ്മിച്ചിട്ടുണ്ട്. യുദ്ധം മുറുകുമ്പോൾ സൈനികർ ഈ തുരങ്കം വഴിയാണ് രക്ഷപ്പെടുന്നത്. നിലവിൽ ഇതിന്റെ പ്രവേശന കവാടങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കണ്ണൂർ കണ്ടോൺമെന്റ് പ്രദേശത്തുള്ള സെന്റ് ആഞ്ചലോസ് കോട്ടയുടെ ഇപ്പോഴത്തെ സംരക്ഷണ ചുമതല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം.